ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലെ ഫീഡ്ബാക്ക് ആൻഡ് ഓസിലേറ്റേഴ്സ് എന്നുള്ള പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബാർക്കോസൻ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ ഈസ് ആപ്ലിക്കബിൾ ടു ഓപ്ഷൻ എ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ്, ഓപ്ഷൻ ബി അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഓപ്ഷൻ സി റിലാക്സേഷൻ ഓസിലേറ്റർ, ഓപ്ഷൻ ഡി ഓൾ ഓസിലേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ഈ ബാർക്കോസൻ ക്രൈറ്റീരിയ? എ ബീറ്റ എന്ന് പറയുന്നത്, മോഡുലസ് ഓഫ് എ ബീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കണം. അതുപോലെ തന്നെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഓഫ് ആൻ ഓസിലേറ്റർ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ഓർ 0 ഡിഗ്രി. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. 360 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രി. റേഡിയനിൽ പറയുകയാണെങ്കിൽ 2π ആയിരിക്കണം. പിന്നെ എ ബീറ്റ ഈക്വൽ ടു 1. ഈ രണ്ട് കണ്ടീഷനുമാണ് നമ്മുടെ ബാർക്കോസൻ ക്രൈറ്റീരിയ പറയുന്നത്. അത് ആപ്ലിക്കബിൾ ആവുന്നത് ഓൺലി സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സിനാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ബാക്കി അസ്റ്റേബിളിനും റിലാക്സേഷൻ ഓസിലേറ്റേഴ്സിലും ഒക്കെ അതിൻ്റെ നോൺ ലീനിയർ ബിഹേവിയറും ഹിസ്റ്ററിസിസും ഒക്കെ കാരണം നമ്മുടെ ബാർക്കോസൻ ക്രൈറ്റീരിയ ഡയറക്ട്ലി എന്തില്ല, ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The phase shift introduced by the Wien bridge in a Wien bridge oscillator at the frequency of oscillation. ഇവിടെ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഓസിലേറ്റർ ആണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? ഒരു വെയിൻ ബ്രിഡ്ജ് ഉണ്ടാവും, അതേപോലെ തന്നെ 2 ആംപ്ലിഫയേഴ്സ് ഉണ്ടാവും. അപ്പോൾ വെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നതായിരിക്കും ഫീഡ്ബാക്ക് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഒരു വെയിൻ ബ്രിഡ്ജ്, അതായത് ഒരു കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഈ ഇതിനകത്ത് ഒരു റെസിസ്റ്റർ, ഇവിടെയും ഒരു റെസിസ്റ്റർ, ദെൻ ഇവിടെ സീരീസ് ആയിട്ട് ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും ആയിരുന്നുവെങ്കിൽ ഇവിടെ വരുന്നത് പാരലലി ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററും ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ആംപ്ലിഫയർ സർക്യൂട്ട്, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ് 2 ഉണ്ടാവും. എങ്ങനെയാണ്? ഇവിടെ 2 ആംപ്ലിഫയേഴ്സ് ഉണ്ടാവും, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടാവും, അതുപോലെ ഇവിടെയും ഒരു റെസിസ്റ്റർ ഉണ്ടാവും. ദെൻ ഇത് രണ്ടും കണക്റ്റഡ് ആയിരിക്കും. എവിടേക്കായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ ഇവിടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഉണ്ടാവും, ഇവിടെ. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇവിടെയും ഒരു റെസിസ്റ്റർ, ഇവിടെയും ഒരു റെസിസ്റ്റർ, ഇതൊക്കെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയായിരിക്കും. ദെൻ ഇവിടെ ഒരു ഔട്ട്പുട്ടിൽ കപ്പാസിറ്റർ CS. ദെൻ ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വഴി, ഇതുവഴി ഒരു ഫീഡ്ബാക്ക് കൊടുത്തു. കപ്ലിംഗ് കപ്പാസിറ്റർ വഴി നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്? ഈ ബ്രിഡ്ജ് സർക്യൂട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രിഡ്ജിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് നമ്മുടെ ഈ ആംപ്ലിഫയറിൻ്റെ ബേസിലേക്ക് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ? ദെൻ ബ്രിഡ്ജിൻ്റെ ഒരു എൻഡ് ഗ്രൗണ്ട് ചെയ്യുന്നു. ബ്രിഡ്ജിൻ്റെ ഈ എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സർക്യൂട്ടിൻ്റെ ബേസിലേക്ക് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ നോർമലി ഒരു വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മിക്ക ഓസിലേറ്റേഴ്സിലും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആംപ്ലിഫയർ സെക്ഷനിൽ നിന്നും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് സെക്ഷനിൽ നിന്നുമാണ് എടുക്കുക. പക്ഷേ ഇവിടെ ഈ ഒരു വെയിൻ ബ്രിഡ്ജിന് ഫീഡ്ബാക്ക് സർക്യൂട്ടായ വെയിൻ ബ്രിഡ്ജിന് ഇവിടെ നമ്മൾ ഫേസ് ഷിഫ്റ്റ് എടുക്കുന്നില്ല. അതിന് പകരം ഈ ഒരു ആംപ്ലിഫയറിൽ നിന്ന് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അതായത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും. ദെൻ ഇവിടുന്ന് ഒരു 180 ഡിഗ്രിയും ദെൻ ഇവിടുന്ന് ഒരു 180 ഡിഗ്രിയും എടുക്കുന്നുണ്ടാവും. ആ 2 180 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 360 ഡിഗ്രി ആവും. ബാർക്കോസൻ ക്രൈറ്റീരിയ പറയുന്നത് എന്താണ്? ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് 360 ഡിഗ്രി ആക്കുമ്പോൾ തന്നെ ഓസിലേഷൻ അച്ചീവ് ചെയ്യാൻ കഴിയും എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ നിന്നും ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് 360 കിട്ടി. പക്ഷേ ഇവിടെ ബ്രിഡ്ജ് സർക്യൂട്ടിൽ നിന്ന് എന്തെങ്കിലും ഫേസ് ഷിഫ്റ്റ് നമ്മൾ എടുത്തിരുന്നോ? ഒരു ഫേസ് ഷിഫ്റ്റും എടുത്തിരുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വെയിൻ ബ്രിഡ്ജിൽ നിന്നും ഒരു ഫേസ് ഷിഫ്റ്റും എടുത്തിട്ടില്ല. സോ നോ ഫേസ് ഷിഫ്റ്റ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരേണ്ടത്. പക്ഷെ നമ്മുടെ ഓപ്ഷൻ നോക്കുക, 180 ഡിഗ്രി, 360 ഡിഗ്രി, 0 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പൊ നമ്മൾ വിചാരിക്കും 0 ഡിഗ്രി വന്നുകൂടെ എന്ന്. പക്ഷെ 0 ഡിഗ്രി വരില്ല. കാരണം 0 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി എന്ന് തന്നെയാണ് അർത്ഥം. അതായത് 360 ഡിഗ്രിക്ക് നമുക്ക് വേറൊരു തരത്തിൽ 0 ഡിഗ്രി എന്നും പറയാം. അതുകൊണ്ട് ഇത് ആൻസർ വരില്ല. ഇത് നമ്മുടെ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്?
ദ ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ വെയിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഫേസ് ഷിഫ്റ്റ്. ഫേസ് ഷിഫ്റ്റ് നമ്മൾ വെയിൻ ബ്രിഡ്ജിൽ നിന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ കേസിൽ. ഇവിടെ നമുക്കൊരു ഈ ഒരു ആംപ്ലിഫയറിന്ന് ഒരു കപ്പാസിറ്ററും കൂടെ ഈ ബേസിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷനിലില്ല, പക്ഷെ ആൻസർ എന്താന്ന് ഓർത്ത് വെച്ചിരിക്കുക, നോ ഫേസ് ഷിഫ്റ്റ് എന്നുള്ളതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഈസ് എ ഡാഷ് സർക്യൂട്ട്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, സ്ക്വയർ വേവ് ജനറേറ്റർ ആണ്. അതായത് എക്സ്റ്റേണലി ഒരു ട്രിഗറും ഇല്ലാണ്ട് തന്നെ നമുക്ക് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഫ്രീ റണ്ണിങ്, ഒരു എക്സ്റ്റേണൽ പൾസിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ എന്നറിയപ്പെടുന്നത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓസിലേറ്റർ ഓഫ് ദ LC ടൈപ്പ് that has a split capacitor in the circuit. നമ്മൾ LC ടൈപ്പ് ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഹാർട്ട്ലി ഓസിലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ കോൾപിറ്റ്സ് ഓസിലേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ക്ലാപ്പ് ഓസിലേറ്റർ ഉണ്ട്. ഓക്കെ, RC ആണെങ്കിലോ, RC ഓസിലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെയിൻ ബ്രിഡ്ജ് ഉണ്ട്, അതേപോലെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് സ്പ്ലിറ്റ് ഇൻഡക്ടർ ടൈപ്പ് ആണ്. നമ്മൾ H എന്ന് പറഞ്ഞാൽ ഹെൻറി അല്ലേ, ഇൻഡക്ടറിന്റെ യൂണിറ്റ് അല്ലേ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഹാർട്ട്ലി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റഡ് ഇൻഡക്ടർ ആണ്, കോൾപിറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റഡ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ആൻ ഓസിലേറ്റർ ഓഫ് LC ടൈപ്പ് ദാറ്റ് ഹാസ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ ഇൻ ദ സർക്യൂട്ട്. അപ്പൊ ഏതായിരിക്കും, കോൾപിറ്റ്സ് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഹാർട്ട്ലി എന്ന് പറയുന്നത് ഒരു LC ടൈപ്പ് തന്നെയാണ്, പക്ഷെ അവിടെ യൂസ് ചെയ്യുന്നത് ഇൻഡക്ടർ ആണ്. ബാക്കി രണ്ടും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത് രണ്ടും LC ടൈപ്പേ അല്ല, അത് രണ്ടും RC ടൈപ്പ് ആണ്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ക്യാൻ ടിപ്പിക്കലി ജനറേറ്റ് ഫ്രീക്വൻസീസ് ഇൻ ദ റേഞ്ച് ഓഫ്. അപ്പോൾ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് ഫ്രീക്വൻസി ഏത് റേഞ്ചിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അതായത് 1 kHz to 1 MHz റേഞ്ച് ആണ്. വെയിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ RC ടൈപ്പ് ഓസിലേറ്റർ ആണ്. അത് മാത്രമല്ല ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. അപ്പോൾ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ്, 20 Hz to 20 kHz ആണ്. അതായത് ഹ്യൂമൻ ഓഡിബിൾ ആയിട്ടുള്ള റേഞ്ച് ആണ് 20 Hz to 20 kHz. പക്ഷേ നമ്മുടെ ഇവിടെ ഓപ്ഷനിൽ നോക്കിയാൽ മനസ്സിലാവും 1 kHz to 1 MHz എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം നമ്മുടെ ഓസിലേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് 20 Hz to 20 kHz റേഞ്ചിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു വേരിയബിൾ ഫ്രീക്വൻസി റേഞ്ചിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റും. വേരിയബിൾ ഫ്രീക്വൻസി റേഞ്ച് അപ് ടു 1 MHz വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കോമൺലി റേഞ്ച് പറയുന്നത് വെയിൻ ബ്രിഡ്ജിന്റെ ആയാലും അതുപോലെ തന്നെ RC ടൈപ്പിലെ ഒരെണ്ണമായ RC ഫേസ് ഷിഫ്റ്റിന്റെ ആയാലും 1 kHz മുതൽ 1 MHz റേഞ്ച് വരെ യൂസ് ചെയ്യുന്നു എന്നാണ് കോമൺലി പറയുക. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ബാക്കിയൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 10 MHz, അതുപോലെ ഈ മെഗാഹെഡ്സ് റേഞ്ച് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് ആണ്. അത് റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ആണ് അവിടെയൊക്കെ യൂസ് ചെയ്യുക. ഇവിടെയും അതുപോലെ തന്നെ, ഇവിടെയും അതുപോലെ തന്നെ. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To increase the input resistance and decrease the output resistance of negative feedback, the type used is. അതായത് നമുക്ക് 4 ടൈപ്പ് ഫീഡ്ബാക്ക് ഉണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഏതൊക്കെയാണ്, വോൾട്ടേജ് സീരീസ്, വോൾട്ടേജ് ഷണ്ട്, പിന്നെ കറണ്ട് സീരീസ്, ദെൻ കറണ്ട് ഷണ്ട്. ഇത്രയും ടൈപ്പാണ് നമുക്കുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നതുമായ ഫീഡ്ബാക്സ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അതായത് വോൾട്ടേജ് സീരീസിൽ ഇൻപുട്ട് ഇംപിഡൻസ് ഹൈ ആയിരിക്കും, ഔട്ട്പുട്ട് ഇംപിഡൻസ് ലോ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക, നമ്മൾ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഈ വോൾട്ടേജ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ ഹൗ ഔട്ട്പുട്ട് ഈസ് കണക്റ്റഡ് എന്നായിരിക്കും, സീരീസ് എന്ന് പറയുന്നത് ഹൗ ഇൻപുട്ട് ഈസ് കണക്റ്റഡ് എന്നായിരിക്കും എടുക്കുക. എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതായത് 4 കേസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. വോൾട്ടേജ് സീരീസ് എന്ന് പറയുമ്പോൾ ഹൗ ഔട്ട്പുട്ട് ഈസ് കണക്റ്റഡ് എന്നുള്ളതാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഹൗ ഇൻപുട്ട് ഈസ് കണക്റ്റഡ് എന്നുള്ളതാണ് ഈ സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പാരലൽ ആണെങ്കിലാണ് എന്ത്,
ഒരേപോലെ വോൾട്ടേജ് വരിക. അങ്ങനെയല്ലേ? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം പാരലൽ സർക്യൂട്ടിലാണ് വോൾട്ടേജ് സെയിം വരുന്നത്. അതേപോലെ തന്നെ സീരീസ് സർക്യൂട്ടിലാണ് കറണ്ട് സെയിം വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ പറയുന്നത് വോൾട്ടേജിന്റെ കേസാണ്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പാരലൽ സർക്യൂട്ട് ആണ്. പാരലൽ സർക്യൂട്ടിൽ എങ്ങനെയായിരിക്കും ഇംപിഡൻസ് എന്ന് പറയുന്നത്, അതായത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പാരലലില് കുറയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഔട്ട്പുട്ടില് ഇംപിഡൻസ് കുറയും. ഇൻപുട്ടിലാണെങ്കിൽ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സീരീസ് കണക്ഷൻ ആണ്. സീരീസിൽ ഇംപിഡൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് കൂടുതലല്ലേ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് കേസ് എടുത്തു നോക്കുക. വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഔട്ട്പുട്ട് ആയിട്ടാണ്, പക്ഷെ ഷണ്ട് ആയിട്ടാണ് ഇൻപുട്ട്. ഷണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലാണ്. സോ വോൾട്ടേജ് ആയതുകൊണ്ട് ഈ മുകളിലത്തെ അതേ കേസാണ്, ഔട്ട്പുട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? വോൾട്ടേജ് സെയിം വരുന്നത് പാരലൽ സർക്യൂട്ടിലാണോ സീരീസിലാണോ? വോൾട്ടേജ് സെയിം വരുന്നത് പാരലൽ സർക്യൂട്ടിലാണ്. അപ്പൊ പാരലലില് ഇംപിഡൻസ് എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കേസിലും സെക്കൻഡ് കേസിലും ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. അതേപോലെ ഇൻപുട്ടും എന്ത് തന്നെ ആയിരിക്കും? ലെസ് ആയിരിക്കും. കാരണം ഇൻപുട്ട് ഇവിടെ ഓൾറെഡി പറഞ്ഞിരിക്കുന്നു പാരലലാണ്. അപ്പൊ പാരലൽ സർക്യൂട്ടിൽ ഇൻപുട്ട് ഇംപിഡൻസ് എങ്ങനെയാണ്? കുറയാണ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞു നോക്കുക. കറണ്ട് ആണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഇൻപുട്ടിന്റെ സെക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ? അപ്പോ കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് സെയിം വരുന്നത് എവിടെയാണ്? സീരീസ് സർക്യൂട്ടിലാണ്. അപ്പൊ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണെന്നാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, കറണ്ട് എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഔട്ട്പുട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ ഔട്ട്പുട്ടിലെ ഇംപിഡൻസ് എന്ത് ചെയ്യും? ഇംപിഡൻസോ ഇൻക്രീസ് ചെയ്യും. സീരീസ് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കൂടുതലല്ലേ ചെയ്യുക. സോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഇവിടെ ഇൻക്രീസ് ചെയ്യും. സീരീസ് കണക്ഷൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. സീരീസിൽ എന്താണ്? നമുക്കറിയാം ഇംപിഡൻസ് ഇൻക്രീസ് ചെയ്യാണ്. സോ ഇൻപുട്ട് ഇംപിഡൻസും കൂടുകയാണ് ചെയ്യുക. കറണ്ട് ഷണ്ടിൽ എങ്ങനെയാ വരിക? കറണ്ട് ഷണ്ടില് കറണ്ട് ആണ് ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ മനസ്സിലാക്കിക്കോളുക, ഔട്ട്പുട്ട് കണക്റ്റഡ് സീരീസ് ആയിട്ടാണ്. കറണ്ട് സെയിം ആയിട്ട് വരുന്നത് എവിടെയാ? സീരീസ് കണക്ഷനിലാണ്. സോ കറണ്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്, ഇവിടെ കണക്ഷൻ സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യുന്നത്. ഷണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷണ്ട് എന്ന് പറയുമ്പോൾ പാരലൽ എന്നാണ് അതിന്റെ അർത്ഥം. പാരലലിൽ നമുക്കറിയാം, പാരലൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഇൻപുട്ടിന്റെ കേസാന്ന് പറഞ്ഞു. ഇൻപുട്ട് ഇംപിഡൻസ് പാരലലില് കുറയായിരിക്കും. അപ്പോൾ ഇപ്പൊ ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ വോൾട്ടേജ് സീരീസിൽ ഔട്ട്പുട്ട് ഇംപിഡൻസ് റെഡ്യൂസ് ചെയ്യും, ഇൻപുട്ട് ഇംപിഡൻസ് ഇൻക്രീസ് ചെയ്യും. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇംപിഡൻസ് റെഡ്യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഫീഡ്ബാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? വോൾട്ടേജ് ഷണ്ട് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. ഈ ഒന്നാമത്തെ കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ബാക്കി ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്കി ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കറണ്ട് സീരീസ്. കറണ്ട് സീരീസിന്റെ കേസ് എന്താണ്? ഇൻപുട്ട് ഇംപിഡൻസ് ഹൈയും ഔട്ട്പുട്ട് ഇംപിഡൻസും ഹൈ ആയിരിക്കും. നെക്സ്റ്റ് സി ഓപ്ഷൻ ഏതാണ്? വോൾട്ടേജ് സീരീസ് ആണ്. വോൾട്ടേജ് സീരീസിന്റെ കേസിൽ എങ്ങനെയാ വരുന്നത്? ഔട്ട്പുട്ട് ഇംപിഡൻസ് ലോയും ഇൻപുട്ട് ഇംപിഡൻസ് ഹൈയും ആണ്. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? കറണ്ട് ഷണ്ട് ആണ്. കറണ്ട് ഷണ്ടിന്റെ കേസിൽ എങ്ങനെയാ വരിക? ലാസ്റ്റ് കേസ്, നാലാമത്തെ കേസ് നോക്കുക. ഔട്ട്പുട്ട് ഇംപിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നു, ഇൻപുട്ട് ഇംപിഡൻസ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മളിത് കാണാതെ പഠിക്കേണ്ടി വരില്ല. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓസിലേറ്റേഴ്സ് യൂസ് എന്താണ്? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത് ഓസിലേറ്റേഴ്സിൽ. പോസിറ്റീവ് ഫീഡ്ബാക്കിന് വേറൊരു നെയിം എന്താണ്? റീജനറേറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, ഡീജനറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. റീജനറേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് പോപ്പുലർ ഓഡിയോ ഓസിലേറ്റർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓഡിയോ ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് RC ഓസിലേറ്റേഴ്സ് ആണ്. അത് വെയിൻ ബ്രിഡ്ജും ഉണ്ട്, അതേപോലെ തന്നെ RC ഫേസ് ഷിഫ്റ്റും ഉണ്ട്. അതിൽ മോസ്റ്റ് കോമൺ, മോസ്റ്റ് പോപ്പുലർ എന്നൊക്കെ ചോദിച്ചാൽ പറയേണ്ടത് വെയിൻ ബ്രിഡ്ജ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് അവിടെ ഡിസ്റ്റോഷനും ഒക്കെ കുറവാണ്, സ്റ്റെബിലിറ്റി കൂടുതലുമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും മോസ്റ്റ് പോപ്പുലർ യൂസ്ഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വെയിൻ ബ്രിഡ്ജ് ആണ് എഴുതേണ്ടത്. പക്ഷേ ഓഡിയോ ഓസിലേറ്റർ തന്നെയാണ് RC ഫേസ് ഷിഫ്റ്റും. പക്ഷെ ഇത് ഓർത്ത് വെച്ചിരിക്കുക, PSC മോസ്റ്റ് പോപ്പുലർ യൂസ്ഡ് ഓഡിയോ ഓസിലേറ്റർ എന്ന് ചോദിക്കുമ്പോൾ വെയിൻ ബ്രിഡ്ജ് ആണ് എഴുതേണ്ടത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയേഴ്സ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയേഴ്സ്
അതിന്റെ ഒരു ബെനിഫിറ്റ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കുക, അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ അഡ്വാൻറ്റേജസിൽ ഒന്നാമത് പറയുന്നത് ഇൻക്രീസസ് ദ സ്റ്റെബിലൈസേഷൻ ഓഫ് ഗെയിൻ ആണ്. ഓക്കെ, ഇൻക്രീസസ് ദ സ്റ്റെബിലൈസേഷൻ ഓഫ് ഗെയിൻ ആണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ്ലി പറയുന്നത് നമ്മുടെ റെഡ്യൂസസ് നോൺ ലീനിയർ ഡിസ്റ്റോഷൻ ആൻഡ് നോയ്സ്. ഓക്കെ, റെഡ്യൂസസ് നോൺ ലീനിയർ ഡിസ്റ്റോഷൻ ആൻഡ് നോയ്സ് ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസസ് ബാൻഡ് വിഡ്ത്ത് എന്നുള്ളതാണ്. ഇൻക്രീസസ് ബാൻഡ് വിഡ്ത്ത്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസസ് ഇൻപുട്ട് ഇംപിഡൻസ് എന്നുള്ളതാണ്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് റെഡ്യൂസസ് ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് improve the signal to noise ratio at the input, improve the signal to noise ratio at the output, does not affect the signal to noise ratio at the input, does not affect the signal to noise ratio at the input. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് വരിക? ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അതായത് ഇംപ്രൂവ് ദ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അറ്റ് ദ ഔട്ട്പുട്ട് ആയിരിക്കും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയേഴ്സ് വരുന്നത്. അതായത് ഇംപ്രൂവ് ദ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻ ദ ഔട്ട്പുട്ട്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? നമ്മുടെ നോയ്സ് കുറയുക എന്നാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് എന്താണ് നോൺ ലീനിയർ ഡിസ്റ്റോഷനും റെഡ്യൂസസ് നോൺ ലീനിയർ ഡിസ്റ്റോഷൻ ആൻഡ് നോയ്സ് എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് പറഞ്ഞത്. അവിടെ തന്നെ പറയുന്നുണ്ട് നോയ്സസ് റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൾട്ടി വൈബ്രേറ്റർ ഹാവിംഗ് വൺ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മോണോ സ്റ്റേബിൾ ആണ്. അതായത് മോണോ സ്റ്റേബിളിലാണ് ഒരു ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ളത്. അസ്റ്റേബിൾ ആണെങ്കിലോ സ്റ്റേബിൾ സ്റ്റേറ്റേ ഇല്ല. ഇതൊരു ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ ആണ്. ബൈസ്റ്റേബിൾ ആണെങ്കിൽ 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. അതേപോലെ ഷ്മിറ്റ് ട്രിഗറിലും 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഓക്കെ ആണല്ലോ? മോണോ സ്റ്റേബിൾ ആണ്, 1 ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഈസ് ഓൾവേസ്. ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിരുന്നു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക്. റീജനറേറ്റീവ് എന്ന് പറഞ്ഞാലോ? റീജനറേറ്റീവ് എന്ന് പറയുമ്പോഴാണത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആവുന്നത്. ഓക്കെ ആണല്ലോ? പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ റീജനറേറ്റീവും ഡീജനറേറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫീഡ്ബാക്കുമാണ്. ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ എന്ന് പറയുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അതായത് ഇവിടെ ഫീഡ്ബാക്ക് സിഗ്നൽ ഒപ്പോസസ് ദ ഇൻപുട്ട് സിഗ്നൽ ആണ്. അങ്ങനെയാണല്ലോ? കാരണം നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഒപ്പോസ് ചെയ്യാണ്. ഫീഡ്ബാക്ക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഓക്കെ, ഒപ്പോസസ് ദ ഇൻപുട്ട് സിഗ്നൽ ആണ്. അതുകൊണ്ട് തന്നെ ബീറ്റ എപ്പോഴും ലെസ് ദാൻ 1 വരണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഓവറോൾ ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് ഒരു 1നോട് ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് വുഡ് ആംപ്ലിഫൈ ദ ഔട്ട്പുട്ട്. ഫീഡ്ബാക്ക് നമ്മുടെ ഔട്ട്പുട്ടിനെ ആംപ്ലിഫൈ ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് പറയാം പോസിറ്റീവ് ഫീഡ്ബാക്കിൽ 0 to 1 ആണ് നമ്മുടെ ബീറ്റയുടെ വാല്യൂ വരിക. ബീറ്റ ലെസ് ദാൻ 1 ആയിരിക്കും എപ്പോഴും എന്തിന്റെ കേസിൽ? ഡീജനറേറ്റീവിന്റെ കേസിൽ. ഓക്കെ, ഈ റീജനറേറ്റീവിന്റെ കേസിലാണ് 0 to 1 വരിക. ഇത് ലെസ് ദാൻ 1 ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാർക്കോസൻ ക്രൈറ്റീരിയ ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ഏതിലാണ്? ഓസിലേറ്റേഴ്സിന്റെ കണ്ടീഷൻ പറയുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ബാർക്കോസൻ ക്രൈറ്റീരിയ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഓസിലേറ്റേഴ്സ് ഈസ് നോട്ട് എ സൈനസോയിഡൽ ഓസിലേറ്റർ. RC ഫേസ് ഷിഫ്റ്റ് സൈനസോയിഡൽ ആണ്. വെയിൻ ബ്രിഡ്ജും അതെ, ക്രിസ്റ്റലും അതെ. പക്ഷെ UJT റിലാക്സേഷൻ ഒരു നോൺ സൈനസോയിഡൽ ഓസിലേറ്റർ ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when a 1 megahertz signal is combined with the output of 1.3 megahertz oscillator, the beat frequency obtained will be in kilohertz. Beat frequency എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തന്നിരിക്കുന്ന ഫ്രീക്വൻസി കമ്പോണന്റിന്റെ ഡിഫറൻസിനെയാണ് ബീറ്റ് ഫ്രീക്വൻസി. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് F2 മൈനസ് F1 ആണ്. തന്നിരിക്കുന്ന ഔട്ട്പുട്ട് എന്താണ്? 1.3 മെഗാഹെഡ്സ് ആണ് മൈനസ് 1 മെഗാഹെഡ്സ്. തന്നിരിക്കുന്നതിന്റെ ഡിഫറൻസ് ഡയറക്ട്ലി എടുക്കുമ്പോൾ നമുക്ക് ഡെൽറ്റ എഫ് അഥവാ ബീറ്റ് ഫ്രീക്വൻസി കിട്ടും. ഇവിടെ എന്താ കിട്ടുക? 0.3 മെഗാഹെഡ്സ് എന്നാണ് ആൻസർ വരിക. ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? കിലോ ഹെഡ്സിലാണ് വേണ്ടതെന്നാണ്. അപ്പൊ 0.3 മെഗാഹെഡ്സ് എന്ന് പറഞ്ഞ എത്ര കിലോ ഹെഡ്സ് ആണ്? ദാറ്റ് ഈസ് 300 കിലോ ഹെഡ്സ് ആണ്.
ഓക്കെ, 300 കിലോ ഹെഡ്സ് എന്ന് പറയുന്നതാണ് 0.3 മെഗാ ഹെഡ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, 300 കിലോ ഹെഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഇൻ ഓസിലേറ്റർ? ഇത് തന്നെയാണ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത്. ഏതാണ്? പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ രണ്ട് ഓപ്ഷൻ നോക്കുക, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നും പറഞ്ഞിരിക്കുന്നു, റീജനറേറ്റീവ് എന്നും പറഞ്ഞിരിക്കുന്നു. റീജനറേറ്റീവ്, അപ്പൊ പോസിറ്റീവിന്റെ വേറൊരു നെയിം ആണ് റീജനറേറ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നെഗറ്റീവിന്റെ വേറൊരു പേരെന്താണ്? ഡീജനറേറ്റീവ് എന്നാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും റൈറ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് PSC ക്യാൻസൽ ചെയ്തത്. ഓർത്ത് വെച്ചേക്കാം, ഓസിലേറ്റേഴ്സ് എപ്പോഴും യൂട്ടിലൈസ് ചെയ്യുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എഫക്ട് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആർ ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഇതും PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 5 പോയിന്റ്സ്, ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാമല്ലോ എന്തൊക്കെയാണ്. സ്റ്റെബിലൈസസ് ദ ഗെയിൻ ആണ്, അതായത് നമ്മുടെ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗെയിൻ സ്റ്റെബിലൈസ് ചെയ്യുന്നു എന്നുള്ളത്. നെഗറ്റീവ് ഫീഡ്ബാക്കിൽ റിഡക്ഷൻ ഓഫ് ഗെയിൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഒരു എഫക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇൻക്രീസസ് ഡിസ്റ്റോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇതിന്റെ കൺസെപ്റ്റിൽ, നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കൺസെപ്റ്റിൽ പറയാത്തതാണ്. ഡിക്രീസ് ചെയ്യുകയാണ് ഡിസ്റ്റോഷൻ. അപ്പൊ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ വരില്ല. പക്ഷേ ഇൻക്രീസസ് ഇൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, കാരണം ഇൻക്രീസ് ചെയ്യുന്നു ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, അങ്ങനെ പറയാം. പിന്നെ റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, നമ്മുടെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇതിനകത്ത് ദ എഫക്ട് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആർ ദ ഫോളോയിങ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ റിഡക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇൻക്രീസ് ഇൻ ഡിസ്റ്റോഷൻ മാത്രമേ ഇവിടെ നമ്മുടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് കേസിൽ തെറ്റായിട്ട് വരുന്നുള്ളൂ. ഡിസ്റ്റോഷൻ എന്താ ചെയ്യുന്നത്? റെഡ്യൂസ് ചെയ്യുക ചെയ്തത്. പക്ഷെ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആയിട്ട് വരേണ്ടത്. PSCയുടെ ആൻസർ കീയിൽ ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ നോക്കുക, നമ്മൾ ഫസ്റ്റ് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. ഒന്നാമത്തത് സ്റ്റെബിലൈസസ് ഗെയിൻ എന്നാണ്, അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഡ്യൂസസ് ഗെയിൻ എന്നാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസസ് നോൺ ലീനിയർ ഡിസ്റ്റോഷൻ ആൻഡ് നോയ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഡിസ്റ്റോഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അതിവിടെ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ കറക്റ്റ് അല്ല. അതുകൊണ്ട് ഇവിടെ ഏതാണ് എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക്, ദ എഫക്ട് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആർ ദ ഫോളോയിങ് എക്സെപ്റ്റ്, ഈ ഒരു പോയിന്റ് ഒഴികെ ബാക്കിയെല്ലാം നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ എന്ത് തന്നെയാണ്? എഫക്റ്റ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻക്രീസസ് ദ ബാൻഡ് വിഡ്ത്ത്, അതും കറക്റ്റ് ആണ്. റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, അതും കറക്റ്റ് തന്നെയാണ്. സോ നമുക്കിവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്ന് പറയാം. പക്ഷെ PSCയുടെ ആൻസർ കീയിൽ ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ Q ഡിക്രീസസ് ഇൻ കോൾപിറ്റ് ഓസിലേറ്റർ ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. അതായത് നമ്മുടെ കോൾപിറ്റ് ഓസിലേറ്ററിലെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ ഇക്വേഷൻ എന്താണ്? 1/2π√LCT എന്നാണ്. CT എന്ന് പറയുന്നത് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 എന്നുള്ളതാണ്. അതേപോലെ തന്നെ Q പോയിന്റ് ഇൻ ആൻ ഓസിലേറ്റർ എങ്ങനെയാ വരിക? 1/2π√LC എന്നുള്ളതാണ്. അപ്പോൾ സിമിലർ ഇക്വേഷൻ തന്നെയാണ്. സോ Q ഡിക്രീസസ് ഇൻ കോൾപിറ്റ് ഓസിലേറ്റർ, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓൾസോ ഡിക്രീസസ്. Q ഡിക്രീസ് ചെയ്യുമ്പോൾ കോൾപിറ്റ്സ് ഓസിലേറ്ററിലെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in a practical RC oscillator to meet phase shift requirement we need എത്ര എണ്ണ വേണ്ടത്? RC phase shift oscillatorൽ 3 RC sections ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസർ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി ലാഗ് ചെയ്യായിരിക്കും വോൾട്ടേജ്. ഓക്കെ ആണല്ലോ? അപ്പോൾ 90 ഡിഗ്രി ലാഗ് ചെയ്യായിരിക്കും. അപ്പോൾ ഒരു RC സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടും. പക്ഷേ ഐഡിയൽ കേസിൽ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പോൾ രണ്ട് 90 ഡിഗ്രി ചേർന്നിട്ട് നമുക്ക് എന്ത് സംഭവിക്കും? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഐഡിയൽ കേസിൽ മാത്രമേ ടോട്ടലി 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ 3 RC സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? 60 60 60 അങ്ങനെ ടോട്ടൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമ്മൾ ഈ RC ഫേസ് ഷിഫ്റ്റിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ RC സർക്യൂട്ട്സിൽ നിന്ന് കിട്ടും. അതുപോലെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ നമ്മളൊരു ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് ആംപ്ലിഫയർ ആണ്? കോമൺ എമിറ്റർ ആംപ്ലിഫയർ. അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും?
180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടും. അങ്ങനെ ടോട്ടൽ 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? 360 ഡിഗ്രി അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 RC സർക്യൂട്ട് ആണ്. ശരിക്കും രണ്ടെണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ, 90 + 90. പക്ഷെ ഐഡിയൽ കേസിലെ അത് പോസിബിൾ ആവും. പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് 3 RC സർക്യൂട്ട് യൂസ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.